ഇന്നലെ നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന് ഒരു ബംഗ്ലാദേശുകാരനാണ് 1 വർഷമായിട്ട് ഇന്ത്യയിൽ അനധികൃതമായിട്ട് താമസിച്ചു പോകുന്ന, അതും നമ്മുടെ കേരളത്തിൽ എറണാകുളത്ത് പെരുമ്പാവൂര് താമസിച്ചു പോകുന്ന ഒരുത്തനെ ഇന്നലെ പൊക്കി. ഇന്നലത്തെ വാർത്തയിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരുത്തനെ പിടിച്ചിട്ടുണ്ട്, ശരിയാണ്, 1 വർഷമായിട്ട് അവൻ താമസിച്ച് വന്നതാണ്. എത്ര പേരുണ്ടാവും അല്ലേ? നമ്മൾ ചിന്തിച്ച് നോക്കിയല്ലേ, എത്ര പേരുണ്ടാവും നമ്മുടെ ഈ നാട്ടിൽ ഈ ഇതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന് താമസിക്കുന്നവർ. ഓർത്ത് നോക്കിയാലേ, നമ്മൾ സത്യം പറഞ്ഞാൽ വെറും മണ്ടന്മാരാണ്. ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ വെറും മണ്ടന്മാരാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ വിസ, പാസ്പോർട്ട്, അത് ഇത് അങ്ങനെയുള്ള സകല സംഭവങ്ങൾ റെഡിയാക്കി, പിന്നെ കുറേ ഈ പറഞ്ഞ ലോകത്തെങ്കിലും ഇല്ലാത്ത നിയമമൊക്കെ അല്ലേ, എല്ലാം അവരനുശാസിക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസയൊക്കെ കെട്ടി വെച്ചിട്ട് ഇവനൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ ലോകത്തെങ്കിലും അത് ഉടായ്പൊക്കെ കാണിച്ച് പലതും ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കും. സത്യമായിട്ടും പലതും ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കും. ചിലപ്പോൾ അവിടുന്ന് പരവളിലൊക്കെ ഇറങ്ങി ജയിലിൽ ആടിയിട്ട് വന്നായിരിക്കും. ഇവിടെ വന്നേച്ചും അയ്യോ അല്ല അവൻ്റെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് വലിയ ഡയലോഗ് ഇട്ട് കയറി ജോലിയൊക്കെ ചെയ്ത് വായ്പയൊക്കെ മേടിച്ച് സുഭിക്ഷമായിട്ട് ജീവിക്കും. ഒരു മനുഷ്യൻ ഒരു പട്ടി വില ഇവനൊക്കെ പിടിക്കുക. ഇതൊക്കെ എന്താണ് ഇത്ര സീരിയസ് ആയിട്ട്, ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇതെന്താണ് ഇങ്ങനെ ഗവൺമെൻറ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ നാട്ടിൽ ഇത് ഈ എന്തുമാത്രം ക്രൈമാണ് നടക്കുന്നത്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രൈമുകളൊക്കെ എന്തുമാത്രം ക്രൈമാണ്? മുക്കിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതൊരു ജംഗ്ഷനിലും നേരം വെളുത്ത് ഒരു 7 മണി 7 ആകുമ്പോൾ ഇവന്മാരെ കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അതുപോലെയാണ് ഈ നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ മര്യാദക്ക് രാവിലെ ഇപ്പോൾ ഇവന്മാരാണ് എല്ലായിടത്തും, ഇവന്മാർ തന്നെ ഉള്ളു. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ ഇന്നലത്തെ ഒരു ന്യൂസിൽ കണ്ട ഈ കാര്യം കണ്ടപ്പോൾ ഞാൻ ഓർക്കണേ, ഇതുപോലെയൊക്കെ കുടിയേറി നമ്മളുടെ ഈ നാട്ടിൽ വന്നിട്ട് അത് കേരളത്തിലോട്ടേ ഓർത്തു. നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന ഇവന്മാരുടെയൊക്കെ ആധാർ കാർഡ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ എല്ലാം വ്യാജമായിരിക്കും. മനസ്സിലായോ? എല്ലാം വ്യാജമായിരിക്കും. വ്യാജ ID കാർഡ് ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ നാട്ടിലോട്ട് വന്ന് കയറിയിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്യണം. ഇവിടെ സമയം ഇവിടെ ക്യാമറ വെച്ച് നമ്മളൊക്കെ സാധാരണക്കാരനെ അല്ലേ, ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ ക്യാമറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്തിനാ? പിന്നെ ഖജനാവിൽ പൈസ വേണ്ടേ? അതിന് ക്യാമറ ഇട്ട് സാധാരണക്കാരൻ ഇതുപോലെ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ അവന് ഹെൽമെറ്റ് ഉണ്ടാകുന്ന നോക്കല അവൻ്റെ പണി അല്ലേ? ഹെൽമെറ്റ് ഉണ്ടാകുന്ന നോക്കിയിട്ടാണ് ഈ പറയുന്ന പോലെ അവനായിട്ട് എങ്ങനെ പണി കൊടുക്കാം, അല്ലെങ്കിൽ അവന് എങ്ങനെ അവൻ്റെ നിന്ന് 10 രൂപ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചിരിക്കുക. വണ്ടിയുടെ CC മുടങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ ആ ഗതികെട്ടവൻ ഹെൽമെറ്റ് വെക്കാൻ മറന്നുപോയത്. അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഈ മാസം അടക്കേണ്ട വണ്ടിയുടെ EMI അടക്കാൻ വിട്ടുപോയി, ടെൻഷൻ അടിച്ച് ആരോട് ചോദിക്കുമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി. അവനും വന്ന് 2000 രൂപ വെറ്റി അല്ലേ? ആയിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ബംഗ്ലാദേശികളായിട്ടുള്ളവന്മാരും ഈ പറയുന്ന പോലെ പാകിസ്ഥാനിൽ നിന്ന് ഒരുത്ത് നുഴഞ്ഞു കയറി നമ്മുടെ ഇവിടെ വന്ന് വെച്ചും ബോംബ് പൊട്ടിച്ചിട്ട് പോയി. ഓർമ്മയുണ്ട? എപ്പോഴാണെന്നറിയാവാ? 2011 തോന്നുന്നു, നമ്മുടെ ഫോറം മാളിലും ബാംഗ്ലൂർ. ഓർമ്മയുണ്ട? ആരും അറിയത്തില്ല. ഇപ്പോൾ അതേ 1 വർഷമായിട്ട് അനധികൃതമായിട്ട് 1 വർഷമായിട്ട് അവൻ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ബംഗ്ലാദേശുകാരൻ ഇവിടെ നമ്മുടെ കേരളത്തിൽ എറണാകുളത്ത് പെരുമ്പാവൂരുണ്ടായിട്ട് അവന് പിടിച്ചത് ഇപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ എത്ര കാലമായിട്ട് ഇവിടെ എത്ര പേരും ഇപ്പോഴും ഉണ്ടാകും കള്ള ID പ്രൂഫ് ഉണ്ടാക്കിയിട്ട്? എന്ത് പ്രയോജനം? നമ്മളെ കൊണ്ട് ഈ ആധാർ ലിങ്ക് ചെയ്യിക്കുന്നു, അത് ലിങ്ക് ചെയ്യിക്കുന്നു, ഇത് ലിങ്ക് ചെയ്യിക്കുന്നു. നമ്മൾ സാധാരണക്കാരനൊരു സിം എടുക്കാൻ പോവുകയോ അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് പിന്നെ ഈ പറയുന്ന പോലെ പേരിൽ മാറാൻ പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ചെയ്ത ആധാർ വേണം, അത് വേണം, ഇത് വേണം. ഒരു കളിയാണ്. ഇവിടെ ജനിച്ച് വളർന്ന് പാരമ്പര്യമായിട്ട് ഇവിടെ ജനിച്ച് വളർന്ന നമ്മുടെ അവസ്ഥ. നമ്മുടെ വണ്ടി ഒരു വാഹനം നമ്മൾ ഗതികെട്ടിട്ട് പോയി കടം മേടിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ മേടിച്ച് സ്വർണ്ണമൊക്കെ കൊണ്ട് പണയം വെച്ചിട്ട് ഒരു ബൈക്ക് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നു. ഒരു ബൈക്ക് മേടിച്ചുകൊണ്ട് വന്നു വെച്ചും നമ്മൾ അതൊന്ന് പേരിൽ മാറാൻ ചെന്ന് നോക്കി. നമ്മൾ തിരിച്ചും മറിച്ചും പറിച്ചുമൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്താലേ ഇവർ നമ്മളെ വിശ്വസിക്കുള്ളൂ, ഇന്ന ആൾ തന്നെയാണ് ആണോ. എന്നിട്ട് നമ്മുടെ പലരുടെ നമ്മുടെ ആധാർ, അത് ഇത് തമ്പ്, പിന്നെ ഈ പറയുന്ന പോലെ OTP KTP ഈ സാധനങ്ങളെല്ലാം ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ബോധ്യപ്പെടണം ഇന്നതാണ് ആൾ, ഇയാൾ തന്നെയാണ്, മനസ്സിലായി? എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വേണം പേരിൽ മാറി തരാം, മനസ്സിലായി? അതും ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും വീട്ടിലൊന്നും വരത്തില്ല, അത് പൈസ ഇല്ല ഇവിടെ. ഇപ്പോൾ മറ്റേ ഓൺലൈൻ വഴി വന്ന് നമ്മൾ പോയി അക്ഷയയിൽ പോയിട്ട് എടുത്തോളാം. 16 ചോദ്യമാണ്. നീ തന്നെയാണോ ആള്? നീ മോഷ്ടിച്ചതാണോ? അല്ലെങ്കിൽ നീ അങ്ങനെയാണോ ഇങ്ങനെയാണോ? നിൻ്റെ ആധാർ ഒറിജിനലാണോ? ശബ്ദത്തിന് എന്താ വ്യത്യാസം? ഈ ശബ്ദം അല്ലായിരുന്നല്ലോ പണ്ട്. അല്ല, ഒരു വണ്ടി പേര് മാറാൻ ചെല്ലണമെങ്കിൽ ഇവിടെ ജനിച്ചു വളർന്നവൻ ഇതെല്ലാം തെളിയിക്കണം അവൻ ഇവിടുത്തുകാരനാണെന്ന്, മനസ്സിലായ? നേരെ മറിച്ച് ബംഗ്ലാദേശിൽ കിടക്കുന്നവൻ ഇവിടെ വന്നിട്ട് ജോലിയാണ്, ഒരു കുഴപ്പമില്ല, അവനെല്ലാം ഉണ്ടാക്കി കൊടുത്തോളൂ.
അവനെല്ലാം ഉണ്ടായി. ബംഗ്ലാദേശിൽ കിടക്കുന്നവൻ ഇവിടെ വന്ന് ജോലി ചെയ്യാം. സാധാരണക്കാരൻ നാട്ടിൽ ജീവിക്കുന്നവൻ ആധാർ പല ടൈപ്പ് ഫോട്ടോ എടുത്ത് പല ആംഗിളിൽ ഫോട്ടോ എടുത്തുകൊണ്ട് കാണിച്ചാലും ഇത് നീയല്ലെന്ന് പറയുള്ളൂ. എടാ നീ അല്ലടാ ഇതെന്നാ പറയുന്നത്. മനസ്സിലായോ? ഇത് നീയല്ലെന്നാ പറയുന്നത്. ഇതാണ് കളി. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്താ പറയേണ്ടത്? മനുഷ്യന് നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഈ വോട്ടൊക്കെ ചെയ്ത് നമ്മളിവിടെ എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഇനി ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ഇറക്കുമതി ചെയ്താണെന്ന് സംശയമുണ്ട്. കാരണം വോട്ട് ചെയ്യണ്ടേ? ഇപ്പോൾ വോട്ടൊക്കെ പണ്ടത്തെ പോലെയൊന്നും അല്ല. മനസ്സിലായി? ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പം ഡിജിറ്റൽ യുഗമല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലറ്റ് പെട്ടിയിൽ നമ്മുടെ ഈ വോട്ട് ഇങ്ങനെ അറിയാലോ. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇപ്പം ആരാണ് എന്താണ് ഇപ്പം മറ്റേ ശവപ്പെട്ടി കിടക്കുന്നവർ വരെ വോട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ വരാൻ പോവുകയാണ്. 5 വർഷമായി. പണ്ട് മാവേലിയാണ് വന്നുകൊണ്ടിരുന്നത്. പണ്ട് മാവേലിയാണ് മറ്റേ വർഷത്തിൽ നാട് കാണാൻ വന്നിട്ടിരുന്നത്. ഇപ്പം 5 വർഷം കൂടുമ്പോൾ ഇപ്പം മരിച്ചവരും വരുന്നുണ്ട് പലരും. നാട് കാണാൻ വന്നിട്ട് പോകുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ഒരു ഉത്സവകാലമാണ്. ഇപ്പോൾ വരാൻ പോവുക. ഇനിയിപ്പോൾ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ തുടങ്ങും. എൻ്റെ പൊന്നു മുത്തേ, അല്ല ഞാൻ പറഞ്ഞതറിയാം, നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കുന്നെങ്കിലും ഇതൊക്കെ ഈ ശരിക്കും പറഞ്ഞാൽ കള്ളവും കപടതയൊക്കെ കാണിക്കുന്നവർക്കാണ് നമ്മുടെ നിയമം. ഒരു കള്ളനെ ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിയോ, ഈ കോടതിയിലാണെങ്കിൽ പോലും ഒരു പ്രതിയെ പോലീസുകാർ കഷ്ടപ്പെട്ട് പിടിച്ച് ഒരു ക്രൈം ചെയ്തവനെ പിടിച്ച് തെളിവൊക്കെ ഉണ്ടാക്കി കോടതി ചെല്ലുമ്പോൾ കോടതി എന്താ പറയുന്നത്? ഞാൻ ആലോചിക്കട്ടെ, നോക്കട്ടെ, അവൻ പ്രതിയാണെന്നൊന്ന് ആലോചിക്കട്ടെ, അതിൻ്റെ തെളിവുകളൊക്കെ നോക്കട്ടെ എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ കേസുകളിലൊക്കെ നമ്മൾ പല കേസുകളിലും കണ്ടാണ് എത്രയോ പ്രതികളെ വെറുതെ കിട്ടാണ്. മനസ്സിലായി? അപ്പോൾ തെറ്റുകൾക്കും ഈ പറയുന്ന തെറ്റ് ചെയ്യുന്നവർക്കും പിന്നെ സംരക്ഷണം കൊടുക്കുന്ന ഒരു നിയമമാണ് നമ്മളത്. മനസ്സിലായി? അതുപോലെ അധികാരികളൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ ബംഗ്ലാദേശുകാരനെ പോലുള്ളവന്മാരൊക്കെ ഈ 1 വർഷവും 2 വർഷവും ചിലപ്പോൾ 10 വർഷമായിട്ട് 20 വർഷമായിട്ടുള്ള ടീമൊക്കെ ഇവിടെ ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ട്? അവന്മാർ കൈലി മുണ്ടൊക്കെ കൊടുത്ത് നാടോടുമ്പോൾ നടുവേ എന്ന് പറയുന്നത് കറക്റ്റ് പറഞ്ഞാൽ ഇവന്മാരാണ്. ഓർത്ത് നോക്കി. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നമ്മുടെ നാട്ടിൽ ഈ ഹെൽമെറ്റ് വെക്കാത്തവനല്ല പിടിക്കേണ്ടത്. ഹെൽമെറ്റ് വെക്കാത്തവനല്ല ശരിക്കും പിടിക്കേണ്ടത് ഇതുപോലെ അനധികൃതമായിട്ട് കുടിയേറിപ്പാർക്കുന്നവന്മാരെ, അതായത് ഒളിച്ചും പാത്തും നുഴഞ്ഞു കയറിയവന്മാരെ പിടിക്കുക. അതിന് നിയമം ശരിക്കും പറഞ്ഞാൽ ശക്തമായ നിയമം കൊണ്ടുപോവാ. ക്യാമറ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വണ്ടിയുടെ ഫിനാൻസ് അടവ് മുടങ്ങിയിട്ട് ഗതികെട്ടിട്ട് ആരോട് ചോദിക്കുമെന്നും പറഞ്ഞ് രാവിലെ വണ്ടി എടുത്തിട്ട് തെണ്ടാൻ വേണ്ടി ഇറങ്ങുന്നവൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടാകുന്ന നോക്കലല്ല ഗവൺമെൻറ്റിൻ്റെ പണി. അതിന് ക്യാമറ വെച്ചും പിന്നെ അവനായിട്ട് നട്ടം തിരിക്കലല്ല, നാട്ടിലെ ജനങ്ങളായിട്ട് നട്ടം തിരിക്കലല്ല ഈ പറയുന്ന പോലെ അധികാരികളുടെ പണി. ഇതുപോലെ ആരെങ്കിലുമൊക്കെ നാടിനെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ നുഴഞ്ഞു കയറുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അതാത് പോലീസ് സ്റ്റേഷനിൽ നിർദ്ദേശം കൊടുക്കണം. മുൻപൊരു നിയമമുണ്ട്, ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നത്. നമ്മൾ അതിഥി തൊഴിലാളികൾ, അങ്ങനെ പറയാനുള്ളൂ കേട്ടോ. അതിഥി തൊഴിലാളികളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് നിയമം. അവരുടെ ഒറിജിനൽ രേഖകൾ, ID പ്രൂഫുകൾ അവിടെ കൊണ്ട് കൊടുക്കണമെന്നുള്ളതാണ്. എത്ര പേര് ഇത് പാലിക്കുന്നുണ്ട്? റെയിൽവേ സ്റ്റേഷനിൽ എത്ര 1000 ആളുകളാണ് എറണാകുളത്തും ആലപ്പുഴയിലും എന്ന് വേണ്ടുന്ന സകല സ്ഥലത്തും ഈ പറയുന്ന ട്രിവാൻഡ്രത്തും ഒക്കെ കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് ഒക്കെ വന്നിറങ്ങുന്നത്. എവിടുന്നൊക്കെയാണ് എത്ര പേരാ വന്നിറങ്ങുന്നത് അല്ലേ? ഈ നമ്മൾക്ക് എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ റെയിൽവേ പോലീസ് ഉണ്ടല്ലോ, അവർക്ക് എന്തുകൊണ്ട് ചെക്ക് ചെയ്തുകൂടാ? അവർ ചെക്ക് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ജോലി ചെയ്യുന്നതിനാണ് നമ്മൾ കൂലി കൊടുക്കുന്നത്, ജോലി ചെയ്യണം. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്രയും ആളുകൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നല്ലേ? പുറത്തേക്ക് പറയുമ്പോൾ സംശയമുള്ളവരെ ഡീറ്റെയിൽസ് എടുക്കണം. മനസ്സിലായി? എല്ലാവരുടെയും വേണ്ട, മലയാളികളുടെ എടുക്കണ്ട, നമ്മുടെ കേരളത്തിലുള്ളവരുടെ എടുക്കണ്ട. പുറത്തുനിന്ന് വരുന്നവർ വന്നിറങ്ങുമ്പോൾ അവരോട് വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ID ചെക്ക് ചെയ്തിട്ട് വിടാം. ഇനിയിപ്പോൾ അതിനകത്ത് ചെക്ക് ചെയ്യുമ്പോഴും വ്യാജമാണെങ്കിലും പോട്ടെ, പേടിയുണ്ടാവും അവർക്ക് പേടിയുണ്ടാവും. ആ പേടി തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ പേടി തോന്നുമ്പോൾ തന്നെ പലർക്കും സംശയം തോന്നും. അപ്പോൾ നമുക്കറിയാലോ, ഒരു കൂടുതലായിട്ട് പേടിക്കുന്നവനെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വീണ് കിട്ടും. കൊന്നും പീഡിപ്പിച്ചിട്ടൊക്കെയാണ് ഇവന്മാർ അവിടുന്ന് ചാടി ഇങ്ങോട്ട് പോരുന്നത്. മനസ്സിലായോ? കൊല്ലുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഈ പറയുന്ന പോലെ കൊല്ലാക്കൊലയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് നമ്മളുടെ പെരുമ്പാവൂർ ഒരു കൊച്ചിനെ മാർക്കറ്റിൽ കൊന്നിട്ടിട്ട് പോയില്ലേ? ഒരു ആസാംകാരി കുട്ടിയാന്ന് തോന്നുന്നു, ബീഹാറി ആസാമിലെ ഒരു ദമ്പതികളുടെ ഒരു കുട്ടി, 8-9 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇവൻ ഐസ്ക്രീം മേടിച്ചിട്ടാന്ന് പറഞ്ഞ്, ഇവൻ ആസാംകാരൻ തന്നെ, ഇവനും മേടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് അതിനെ എടുത്തുകൊണ്ട് പോയിച്ച് ഇവൻ കൊന്നിട്ട് മാർക്കറ്റിൽ കൊണ്ടിട്ടിരുന്ന ഓർമ്മയുണ്ട? അവൻ ഈ ഒരു ക്രൈം ചെയ്തപ്പോഴാണ്, അവൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോഴാണ് അവൻ ജയിലിൽ കിടന്നിട്ട് അവിടുന്ന് ജയിൽ ചാടി വന്നവനാണ് നമ്മുടെ കേരളത്തിലോട്ട്. മനസ്സിലായോ? അപ്പോൾ ഇവൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് അന്വേഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവനൊക്കെ പലരും പക്കാ ഫ്രോഡാണ്. അപ്പോൾ ഇവന്മാരെയൊക്കെ നമ്മളിവിടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് നമ്മൾക്ക് വിനാശമാണ്. നമ്മളുടെ നാശത്തിന് വേണ്ടി നമ്മളിതൊക്കെ ചെയ്യുന്നത്. ജനങ്ങൾ കയ്യേറ്റം ചെയ്യുന്ന ഒരു കാലഘട്ടം വന്ന പ്രശ്നമാണ്. കാരണം ജനങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്, പ്രതിഷേധം. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, പെരുമ്പാവൂർ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് പൊറുതിമുട്ടി. അവിടുത്തെ ജനങ്ങളും ഈ ഭായിമാരും തമ്മിൽ ഇപ്പോൾ കോർക്കുന്ന അവസ്ഥയെത്തി. അധികാരികൾ ഇതിന് തക്കതായ കയറ്റി വിട്ടേക്കണമെന്നേ.
അവന്മാരുടെ ID പ്രൂഫ് നോക്കിയിട്ട് അവന്മാരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വ്യാജമാണെങ്കിൽ അപ്പോഴേ കയറ്റി വിട്ടേക്കണം. മനസ്സിലായോ? അത് നിയമപരമായിട്ട് തന്നെ കയറ്റി വിടാമല്ലോ. മനസ്സിലായോ? അങ്ങനെ ചെയ്യണം. അല്ലാതെ ഈ പറയുന്ന എന്തിനു അവന്മാരെ സംരക്ഷിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പം അങ്ങനെ ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് നല്ലത്. അല്ല വെറുതെ ഈ പറയുന്ന പോലെ പിന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ഭീഷണിയായിട്ട് ഇതുപോലെ ബംഗ്ലാദേശിൽ നിന്നും എവിടെ എന്തൊക്കെ ചവറുണ്ടോ അതൊക്കെ വരാൻ പറ്റിയ സ്ഥലമായിട്ട് മാറിയിരിക്കും ഇപ്പോൾ കേരളം. പറയാതിരിക്കാൻ വയ്യ കേട്ടാ. അല്ല പറയാതിരിക്കാൻ വയ്യ, സത്യമായിട്ടും പറയാം. എവിടെയൊക്കെ എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നവന് ഓടിക്കരുവെന്ന് വെച്ചാൽ നല്ല ജയിലി വരെ കൂലിയാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. ജയിലി വരെ കൂലിയാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. കേരളത്തിൽ ഒരു പണിയില്ലാത്തവൻ കേരളത്തിൽ വന്നിച്ചും ഇപ്പോൾ വല്ല പിടിച്ചു പറയുക പീഡനമോ കൊലപാതകം ചെയ്താലും അവൻ അപ്പോഴും കിട്ടും 550 രൂപ ഡെയിലി കിട്ടും. പോരെ? ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ പരിസരത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ ആക്രി പെറുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സംശയാസ്പദമായിട്ട് ആരെങ്കിലും കാണുകയോ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ആക്രമിക്കാൻ ആരെങ്കിലുമൊക്കെ വരികയോ ഏതെങ്കിലും തരത്തിൽ മോഷണ ശ്രമമായിട്ട് വരികയോ ചെയ്താൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പിന്നെ ഈ പറയുന്നത് പോലെ പിന്നെ അവരെ പിടിച്ചിട്ട് പോലീസുകാർ വിളിച്ച് അവരെ ഏൽപ്പിക്കുക. അങ്ങനെ ചെയ്യുക. കാരണം എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. കാരണം ഇതുപോലെ ബംഗ്ലാദേശികളൊക്കെ തന്നെയാണ് കൂടുതലും ഈ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ജാഗ്രത. ഓക്കെ.